ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഗൈസ്. ഒരു മാരേജ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇക്കാട ഏറ്റവും അടുത്ത സുഹൃത്ത് കസിന് നമ്മളെ ഫാമിലിയിലാണ്. നമ്മുടെ മാമയുടെ മോനാണ് ഗൈസ്, ഇക്കാട് മാമയുടെ മോനാണ്. അപ്പം അവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇക്ക അവരെ കൊണ്ടുവന്നപ്പോൾ എന്നെ വിളിച്ചോട്ട് വന്നതാണ്. ഇച്ചൂസിന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വന്ന് അവർക്ക് റെൻറ്റ് ജ്വല്ലറിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മാക്സിലോട്ട് വിട്ട് അവരെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മാക്സിലാണ് വന്നത്. അവനിക്ക് കുറച്ച് ഉടുപ്പെടുക്കാനായിട്ട് വന്നതാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ചുടുപ്പ്, ഒരു 2-3 ടീഷർട്ട് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു സാധനം കിട്ടിയില്ല. പിന്നെ ഈ വൈറ്റ് ഷർട്ട്, ബ്ലാക്ക്, ഇങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒന്നും എടുത്തില്ല. പിന്നെ നേരെ അവൻ എന്തായാലും ഹെയർ കട്ട് ചെയ്തിട്ട് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ പോളയത്തോടുള്ള അവൻ എപ്പോഴും കട്ട് ചെയ്യുന്ന അവിടുത്തെ കടയിൽ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് ഗൈസ്, 1 മണിക്കൂർ പെട്ടെന്ന് തന്നെ പറയണം. ഒരുപാട് ടൈം എടുത്ത്. ഇവൻ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു. അവനിക്ക് എന്തോ ആവശ്യം കാണുമ്പോഴും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. എല്ലാ പിള്ളേരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇച്ചൂസ് എപ്പോൾ തൊട്ട് എൻ്റെ മുടി വെട്ടാൻ തുടങ്ങി അപ്പോൾ തൊട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ ആർക്കയിൽ ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്. അവനിക്ക് ഉള്ളത് കിട്ടി. ഇച്ചൂസിന് വേണ്ടി ടീഷർട്ട് എടുത്ത് അവനിക്കുള്ളത് കിട്ടി. പിന്നെ ഇക്കാക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇക്കാക്ക് എന്തോ അവിടെ നിന്നൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോയായിരുന്നു. പിന്നെ വേറെ കുറേ അത്യാവശ്യമായിട്ട് ഇക്കാക്ക് വേറെ സ്ഥലത്തൊക്കെ പോവേണ്ടി വന്നു. അപ്പോൾ എന്നെ കൊണ്ട് നമ്മളെ കല്യാണ വീട്ടിലാക്കിയിട്ട് പോയതാണ്. എന്നിട്ട് 12 മണി വരെ വെയിറ്റ് ചെയ്ത് ഗൈസ്, ഇക്കായെ കണ്ടില്ല. പിന്നെ ഞങ്ങളിതാ മൈലാഞ്ചി ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇക്കായെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കല്യാണ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.